ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് വ്ളോഗെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനിവിടെ സിയൻ്റെ കസിൻസ് പിള്ളേരെ എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ടിബറ്റ് ക്യാമ്പിൻ്റെ അടുത്തായിട്ടൊരു ഫിഷ് ലേക്ക് ഉണ്ട്, അങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം കുശാൽ നഗർ കഴിഞ്ഞ് ബേൽക്കുപ്പ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഗേറ്റ് ഉണ്ട്. അതിലൂടെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയി കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ റോഡ് സൈഡിൽ തന്നെയായിട്ട് ഒരു ചെറിയൊരു ലേക്ക്, അത് എൻട്രി ഒന്നും വേണ്ട, എൻട്രി ഒക്കെ ഫ്രീയാണ്. നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് ഫിഷിനെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ളതൊക്കെ അവിടെ നിന്ന് നമുക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സീനായത്. ഇതിപ്പം കണക്കാക്കി വൈകുന്നേരമാണ്. അപ്പം ആ വഴി അങ്ങനെ ഡിന്നറും കഴിച്ച് വരാമെന്നുള്ള രീതിയിലാണ് ഈ ടൈം ചൂസ് ചെയ്തത്. അതുമല്ല, ഈ സമയത്താകുമ്പോഴത്തേക്കും ഈ സ്ഥലത്തൊക്കെ കുറച്ച് ആൾക്കാർ കുറവും ഉണ്ടാവും. അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പോകുന്ന ആ സമയത്ത്. സാധാരണ ഇപ്പം മഴയുള്ള സമയമായതുകൊണ്ട് മഴ സാധാരണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നന്നായിട്ടെല്ലാം പിള്ളേർക്കാണേലും നന്നായി ആസ്വദിച്ച് പോകാനൊക്കെ പറ്റി. ഇതിപ്പോൾ അവിടെ ടിബറ്റിയൻസിൻ്റെ ഒരു കിച്ചൺ, അതായത് ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ നമ്മൾ ഇടയ്ക്ക് പോകുമായിരുന്നു മോമോസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. കാരണം ഇവരുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള മോമോസ് കിട്ടാൻ വേണ്ടി പക്ക ടിബറ്റിയൻ കുസിൻ കിട്ടണമെങ്കിൽ അവരുടെ തന്നെ ആ ഒരു കോളനിക്കകത്തുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇതിപ്പം നമ്മൾ ആ ഫിഷ് ലേക്കിൻ്റെ അടുത്ത് എത്തി. അങ്ങനെ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഫിഷ് ഈറ്റ് നമുക്ക് കൊടുക്കാം. അവിടെ ചെന്ന് കഴിയുമ്പം ഇതുപോലൊരു കൗണ്ടറുണ്ട്. ഇവിടുന്ന് നമുക്ക് ഈ ചെറിയ ചെറിയ നമ്മുടെ ടൈഗർ ബിസ്ക്കറ്റും അതുപോലെ ബ്രെഡൊക്കെ കിട്ടും. സാധാരണ ഇവിടെ വരുന്ന എല്ലാവരും അത് വാങ്ങി അവിടെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അവിടെ ഫിഷിന് മാത്രമല്ല ഇഷ്ടംപോലെ പട്ടികളുണ്ട്. ഇതുങ്ങളും ഈ വരുന്ന ടൂറിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്ന കുറേ പട്ടികളും. അപ്പോൾ വരുന്നവരെ അങ്ങനെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇതിപ്പം സിയ എറിഞ്ഞൊരു ബ്രെഡ് അതിൻ്റെ കരയ്ക്ക് ആയി. അന്നേരം പിള്ളേർ അതെങ്ങനെയും വെള്ളത്തിലേക്ക് ആക്കാൻ വേണ്ടി അത് പോയിൻ്റ് ചെയ്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ പോകുന്നവരെ എത്ര എറിഞ്ഞിട്ട് അത് വെള്ളത്തിലേക്ക് വീണില്ല. പക്ഷെ അത് പിന്നീട് മേ ബി വെള്ളം കയറി അത് താഴോട്ട് വന്നിട്ടുണ്ടോ, അതെ പിന്നെ എങ്ങനെയാണെന്നുള്ള അറിയില്ല. നമ്മൾ വരുന്നത് വരെ നമ്മൾ നോക്കി, അത് പോയിട്ടില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ കുറേ താറാവും കൂട്ടം ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇതും ടിബറ്റിയൻസിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റാണ്. അത് കാണാൻ നല്ല വൈബുള്ള റെസ്റ്റോറൻറ്റ്. അവിടെ നമുക്ക് നിലത്തിരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനെ വേണേലും ആകും. അല്ലാണ്ട് സീറ്റിങ്ങും അവിടുത്തെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. നമ്മൾ നിലത്തിരുന്ന് കഴിക്കുന്ന ആ ഒരു സെറ്റപ്പിലാണ് പോയത്. അവിടെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇരിക്കാൻ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നല്ല അടിപൊളിയായിരുന്നു. ഒരു പ്ലേറ്റ് തരാം. അങ്ങനെ പിന്നെ ഡിന്നറും കഴിച്ച് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വരികയായത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.